ഹലോ, എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ 15 കൊല്ലം 2010 ശേഷം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നോട്ടബിൾ വർക്ക്സ് ഓഫ് ഫിക്ഷൻ. അതിൽ പോപ്പുലർ ഫിക്ഷൻ നമ്മൾ വേറൊരു എപ്പിസോഡ് ചെയ്യാം. ഇന്നത്തേത് കുറച്ചുകൂടി ക്രിട്ടിക്കലി അക്ലെയിംഡ് അല്ലെങ്കിൽ ലിറ്റററി ഫിക്ഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്, നമ്മൾ വായിക്കാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹു വോണ്ട്സ് ടു ഗോ ഫസ്റ്റ്? ഇങ്ങനെ എല്ലാവരും ഓക്കെ. ഒരു കാര്യം ചെയ്യാം. ഞാനൊന്ന് തുടങ്ങി വിട്ടാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ഞാനൊരു അല്പം ഒന്ന് വിട്ടു നിന്നിരുന്നു കുറേ നാൾ ഈ ഇംഗ്ലീഷ് ഫിക്ഷനൊക്കെ വായിച്ച് പോവുമായിരുന്നു. അപ്പം ഇടയ്ക്കൊരു ഫേസ് ഉണ്ടായിരുന്നു. സഡൻലി ഐ ഗോട്ട് ബാക്ക് ഇൻ ടു മലയാളം ബുക്സ്. അങ്ങനെ വായിച്ച കുറേ പുസ്തകങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ആടുജീവിതമാണ്. പക്ഷെ ആടുജീവിതം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇറ്റ് ഈസ് ബിഫോർ ദിസ് ടൈം ലൈൻ 2007 2008. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ബെന്യാമിൻ എന്നൊരാളിനെ കുറിച്ച് അറിയുന്നതും ബെന്യാമിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നതും. അപ്പം അതിൽ മഞ്ഞവെയിൽ മരണങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. ഐ ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ ഫ്ലോലെസ് നോവൽ. അതിൽ അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട് പ്ലോട്ടിലും ഒക്കെയും. എന്നാൽ പോലും ആ ഒരു ഫീല് അതെനിക്ക് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഫീൽ ഓഫ് മിസ്റ്ററി, ആ ഒരു ഇൻട്രീഗ്. അതേസമയം അതിലെ ഒരു റൊമാൻറ്റിക് ലൈനിൽ ഒരുപാട് യു ഗെറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് കപ്പിൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ് ടോക്സ് അബൌട്ട് ഡിയേഗോ ഗാർസിയ. ആ സമയത്ത് ദർ വാസ് എ ലോട്ട് ഓഫ് ഇൻട്രീഗ് അബൌട്ട് ഡിയേഗോ ഗാർസിയ. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട്, അതിന് കുറച്ച് കൊല്ലം മുമ്പ് എന്തോ ആണ് ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴോ മറ്റോ, എനിക്ക് അത് കുറച്ച് കൊല്ലം 10 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു. പുള്ളിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ത്രെറ്റ് ഡിയേഗോ ഗാർസിയാണ്. കാരണം ഇന്ത്യൻ ഓഷ്യനിലെ അമേരിക്കയുടെ പ്രസൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഡിയേഗോ ഗാർസിയ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചൊരു ഇൻട്രീഗും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ആ പുസ്തകം എനിക്ക് വളരെയധികം അന്ന് എൻജോയ് ചെയ്തത്. ലെറ്റ് യു ഗൈസ് ടോക്ക് അബൌട്ട് വാട്ട് യു തിങ്ക് ഓഫ് മഞ്ഞവെയിൽ മരണങ്ങൾ. എനിക്ക് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. പ്രത്യേകിച്ച് ഡിഗോ ഗാർസിയയിൽ ബേസ് ചെയ്തേക്കുന്ന പ്ലോട്ട് അത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻട്രീഗ് ഉളവാക്കുന്നതായിരുന്നു. ലൈക്ക് ഒരാളുടെ ഡിസപ്പറൻസിനെ കുറിച്ച് അന്വേഷിച്ചല്ലേ നമ്മൾ നരേറ്റർ നടക്കുന്നത് ആക്ച്വലി. സോ അതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് അബ്രപ്റ്റ്ലി ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് കഥ വേറെ അല്ല, മറിയം സേവ അങ്ങനെ ഒരു ലെവലിലേക്ക് പെട്ടെന്ന് അബ്രപ്റ്റ്ലി അങ്ങോട്ട് മാറുമായിരുന്നു. ബുക്കിന്റെ റെസ്റ്റ് ഓഫ് ദ തീമുമായിട്ട് അങ്ങോട്ട് ഒത്തുചേരുന്നില്ല എന്ന് എനിക്കൊരു ഫീലിംഗ് കിട്ടി. ഒരു സഡൻ ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സഡൻ എന്തോ ഒരു പ്ലോട്ട് ചേഞ്ച് വന്നതുപോലെ തോന്നിയത്. അതേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും കുറ്റം പറയാനായിട്ടുള്ളത്. പക്ഷെ അതർവൈസ് ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് നോവൽ. എൻജോയ് ദ നോവലാണ്. ഓൾമോസ്റ്റ് സെയിം ഹിയർ. അതായത് ഈ ഫ്രാൻസിസ് സെറ്റിക്കോരെ എടുത്താലും മഞ്ഞവെയിൽ മരണങ്ങൾ എടുത്തു കഴിഞ്ഞാലും കഥയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് തള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിക്കോരെ കുറച്ച് കൂടുതലാണ് ഇവിടെ, പക്ഷെ ഡീവിയേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൽ ഈ വ്യാഴച്ചന്ത എന്നു പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവർ ആ നോവൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തുകാരനും കൂട്ടുകാരും കൂടി ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അത് ക്ലബ് ഹൗസ് തുടങ്ങി മറ്റേ ആ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ബെന്യാമിൻ തന്നെ ആ ഗ്രൂപ്പിൻ്റെ മെമ്പർ, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വ്യാഴചന്ത എന്ന പേരിൽ. അതിന് അവരെ പുള്ളി ഇടയ്ക്ക് വരുമായിരുന്നു, സംസാരിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഡിഗോ ഗാർസിയെ പറ്റിയൊക്കെ ഇടയ്ക്ക് സംസാരിക്കും. ചിലരൊന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അതിനെ പറ്റിയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മഞ്ഞവെയിൽ മരണങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വായിക്കാൻ എടുക്കുന്നത്. ഞാൻ ആടുജീവിതം വായിച്ചിട്ടില്ല. മഞ്ഞവെയിൽ മരണങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം അത് കേൾക്കുമ്പോൾ ഞാൻ കുഴമ്പൊക്കെ പുരട്ടിയിരിക്കുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കന്ന് ഒരു ചെറിയ നടുവിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ
മുറിയൊക്കെ അടച്ചിട്ട് കുഴമ്പൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ബുക്ക് വായിക്കുന്നത്. കുഴമ്പാവാൻ പാടില്ലല്ലോ. അങ്ങനെ ഇരുന്നാണ് ഒരു മണിക്കൂർ ഇരിക്കണം. അപ്പോൾ അത് അങ്ങനെ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണത്. എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ വെച്ചിട്ട്. ഇതിൽ ആകെ എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിസിസമായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളത് ഒരു എൻഡിങ്ങിന് എന്താ പറയുക, ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആണല്ലോ. ആ എൻഡിങ് ആണ് ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എന്നെ സംബന്ധിച്ച് ഇതിലും നല്ല എൻഡിങ് കൊടുക്കാനില്ല. വളരെ ആപ്റ്റായിട്ടൊരു എൻഡിങ് ആണ് ആ എനിക്ക് ബുക്കിൻ്റെ. എൻഡിങ് വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. ബുക്കിനെ സറൗണ്ട് ചെയ്യുന്ന മിസ്റ്ററിക്ക് ഒരു ഒരു ജസ്റ്റിസ് കൊടുക്കുന്ന എൻഡിങ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയെല്ലാം അനൂപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ ഒഴിച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ബുക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ചേർക്കാം. ഞാൻ ആ ഇടയ്ക്കാണ് ഒരുപാട് മലയാളം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പ് മിസ്റ്ററി ജോണറിൽപ്പെട്ട. അപ്പം മലയാളത്തിലുള്ള മിസ്റ്ററി നോവൽസ് എല്ലാം പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അത്ര എന്താ പറയുന്നത്, സാറ്റിസ്ഫൈങ് എൻഡിങ് ആയിരിക്കില്ല. ഇട്ടിക്കോരയായാലും പഴയ പരിണാമമായാലും പാലേരി മാണിക്യമൊക്കെ ആയാലും സിനിമയായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് നോവല്. അതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കൈൻഡ് ഓഫ് എൻഡ്സ് അബ്രപ്റ്റ്ലി. ഇതിപ്പോ ഞാനൊരു മലയാളം മിസ്റ്ററി നോവൽസിന്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കണക്കാക്കാൻ പോകുന്നു. എനിക്ക് പൊതുവെ ക്ലോഷേഴ്സ് കിട്ടാത്ത ബുക്കുകളിൽ ഐ ഡോണ്ട്, എൻ്റെ ഒരു ഇതല്ല, ഐ നീഡ് എ ലിറ്റിൽ മോർ ദൻ ജസ്റ്റ് ഭയങ്കര ക്ലിഫ് ഹാങ്ങർ ആയിട്ട് നിർത്തുമ്പോൾ എൻ്റെ ഹോപ്പ് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നൊക്കെയാണ്. ഒബ്വിയസ്ലി മഞ്ഞവിൽ വരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദർ വാസ് എവർ സെക്കൻഡ് പാർട്ട് ഇന്റൻഡഡ്. പക്ഷേ the good bit is there is a lot of what if scenarios as a reader you can imagine in your brain, and that makes the book much more engaging. നമ്മളൊരു ബുക്ക് വായിച്ച് ഈ പറഞ്ഞ മാതിരി ഇത് കഴിഞ്ഞു, കളനെ കിട്ടി, ബട്ട്ലർ കിൽഡ് എന്നാണെങ്കിൽ കഴിഞ്ഞു, അത് വായിച്ചു, സന്തോഷിച്ചു, ആ ഒരു ഇറ്റ്സ് ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടി പോയി. പക്ഷെ ഇങ്ങനത്തെ ബുക്കുകൾക്ക് യു കീപ് തിങ്കിങ് എന്തായിരിക്കും, യു ഹാവ് കോൺവെർസേഷൻസ് വിത്ത് പീപ്പിൾ, ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് റൈറ്റ്, വാട്ട് ഡു യു തിങ്ക്. It becomes അതൊരു എക്സ്പീരിയൻസ് ആവാൻ, which is probably why books with open endings live in our hearts more എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ബെന്യാമിനെ ശരിക്കും ഒരു ജോണറായിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. കാരണം അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ബുക്സ് ആണ് എഴുതിയേക്കണത്. അപ്പൊ ആടുജീവിതം വായിച്ചിട്ട് ഞാൻ ആ സിനിമ കണ്ടില്ല, ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ദർ, വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ മീ ഓൺ സ്ക്രീൻ. എന്റെ തലയിലുള്ള ഇമാജിനേഷൻ കൊണ്ട് തന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഇനി സിനിമ കണ്ട് ഐ നോ പൃഥ്വിരാജും അവരും ഒക്കെ വളരെ ബുദ്ധിമുട്ടി എടുത്തൊരു സിനിമയാണെങ്കിലും ആസ് എ ഹ്യൂമൻ എനിക്കത് ഐ ഡിഡ് നോട്ട് തിങ്ക് ഐ കൻ സിറ്റ് ത്രൂ ഇറ്റ്. ആൻഡ് അത് ബെന്യാമിനെ പോലൊരു റൈറ്ററിന്റെ എഴുത്തിന്റെയും ഭാവനയുടെയും അതിന് നമ്മള് അതെ ആബ്സല്യൂട്ട്ലി. ആൻഡ് ഐ ഡോണ്ട് നോ, നമ്മൾ മഞ്ഞവേൽ മരണങ്ങളെ കുറിച്ച് കൺക്ലൂഡ് ചെയ്യാണോ, ഓർ ആർ വി ടോക്കിംഗ് അബൌട്ട് അതർ ബെന്യാമിൻ ബുക്സ്? Keep talking. Okay, so the only rule is that there are no rules. Really well. അക്കപ്പോരിന്റെ 20 നസറാണി വർഷങ്ങൾ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പിന്നെ അത് ലേഖ പറഞ്ഞിട്ടാണ് ഞാനന്ന് വായിച്ചത്. ഐ അബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. മാപ്പിളെ അടുത്ത് വിളിച്ച് കണ്ണീരും മൂക്കളയും തുടച്ചു കൊടുത്തു. ആടുജീവിതം കഴിഞ്ഞിട്ട് ഞാൻ ഈ ബുക്കാണ്, എനിക്ക് തോന്നുന്നു മഞ്ഞവേൽ മരണങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ബുക്കാണ് അക്കപ്പോരിന്റെ 20 നസറാണി വർഷങ്ങൾ. ആടുജീവിതത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇപ്പൊ ആടുജീവിതം, ഇത് മഞ്ഞവേൽ മരണങ്ങൾ ഇസ് എ ത്രില്ലർ. മിത്രം കക്ഷി ഭാവാ കക്ഷി, അത് രണ്ടും തമ്മിലുള്ള അടിയാണ് അക്കപ്പോരിന്റെ നസ്രാണി വർഷങ്ങൾ. ആക്ച്വലി അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കോതമംഗലത്ത് പോകുമ്പോൾ ഇങ്ങനെ ജനറലി ആളുകൾ കോളേജിൽ, കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഫസ്റ്റ് ഇയർ പഠിച്ചത്. അപ്പം അവിടെ പോകുമ്പോൾ ആളുകൾ പൊതുവെ ആദ്യം ചോദിക്കുന്നത് വീട്ടുപേര് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് സംതിങ് ഐ ഹാവ് ഹേർഡ് ഇൻ ട്രിവാൻഡ്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടുപേര് കേൾക്കുമ്പം ക്രിസ്ത്യാനി വീട്ടുപേരാണെന്ന് വെച്ചാൽ അടുത്ത ചോദിക്കുന്നത് മെത്രാനാണോ ബാവയാണോ എന്നാണ്. I did not know
I was this many years old when I know rosary is not part of എല്ലാ സെക്റ്റിന്റെയും പാർട്ട് അല്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. കൊന്ത ചിലക്ക് because most of my friends that I've had are Roman Catholics or Protestants. അപ്പം അവർക്കൊക്കെ കൊന്തയുണ്ട്. I just assume നമ്മള് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും അപ്പൊ ഈ ബുക്ക് വാസ് an eye opener into ഇങ്ങനെയൊക്കെ അടികൾ നടക്കുന്നുണ്ടോ, പള്ളി അടച്ചിടുന്നുണ്ട്. അത് I've heard of it but I didn't know. It's a very entertaining book. അത് വായിച്ചിട്ടില്ലെങ്കിൽ എടുത്ത് വായിക്കണം. വളരെ ചെറിയ ന്യൂസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് എ ബുക്ക്. ആടുജീവിതം പോലൊന്നും വലിയ ബുക്കല്ല. ഇറ്റ്സ് വെരി എന്റർടൈനിങ്. പിന്നെ എനിക്ക് ഇപ്പൊ തോന്നിയൊരു കാര്യം, ബെന്യാമിൻ ഇസ് ഇൻ എ മൂഡ് ടു എക്സ്പെരിമെന്റ്. പുള്ളി നോവൽറ്റിയുടെ ആശാനാണ്. എന്താ മറ്റേ തരകൻസ് ഗ്രന്ഥവരി ആണെങ്കിലും പുഴമീനുകളെ കൊല്ലുന്ന സ്ട്രക്ചർ ഓഫ് നോവൽ ഹീസ് പ്ലേയിങ് അറൗണ്ട് വിത്ത് ഇറ്റ്. പുള്ളിയുടെ പുതിയൊരു ബുക്ക് വന്നിട്ട് മൾബറി സോർബയെ കുറിച്ച് പറയാം, അങ്ങനെ ഒരു ബുക്ക്. അതിന് ഞാൻ ഒരു റിവ്യൂ കണ്ടത്, അതിന്റെ ഫസ്റ്റ് എഡിഷൻ അപ്പാരന്റ്ലി ഹാസ് ഗോട്ട് ലിറ്റിൽ നിക്നാക്സ് വിത്ത് ഇൻ ദ ബുക്ക്, പോസ്റ്റ് കാർഡ്സ്, ലെറ്റേഴ്സ്. മാർക്കറ്റിംഗ് ആയിരിക്കാം, പക്ഷേ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ടേക്ക് ഓൺ തിങ്സ്. നമ്മളൊരു കൺവെൻഷണൽ ബുക്ക് വായിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളി. അങ്ങനത്തെ ചിലതൊക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ഐ എം ക്വൈറ്റ് ഇംപ്രസ്ഡ്. ബുക്ക് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വായിച്ചിട്ടില്ല. പുഴമീനുകളെ കൊല്ലുന്ന വിധം അതില് ഫസ്റ്റും ലാസ്റ്റും ചാപ്റ്റർ മാത്രമാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം റീഡേഴ്സിന് ഇട്ട് കൊടുത്തേക്കുമായിരുന്നു, മീൻസ് വേറെ റൈറ്റേഴ്സിന് കൊടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. ഈ നോവൽ വിത്തിനെ നോവൽ മറ്റേ ഇതിൽ പരീക്ഷിച്ചതാണ്, നമ്മുടെ മഞ്ഞവെയിൽ മരണങ്ങളിലെ നോവൽ വിത്തിൻ നോവലാണല്ലോ. അപ്പം അങ്ങനെ അത് എല്ലാവരും ചെയ്യാറുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ തരകൻസ് ഗ്രന്ഥവരി എന്ന് പറയുമ്പോൾ നോൺ ലീനിയാരിറ്റിയുടെ അറ്റമാണ്. പക്ഷെ ആ പുസ്തകം അത് വിജയിച്ചോ ഇല്ലയെന്നല്ല, അത് എക്സ്പെരിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. മറ്റേ മൾബറി ശരിക്കും അതൊരു ആത്മകഥ അല്ല, സോറി, സെമി എന്താ പറയുക, ഒരു ജീവചരിത്രം. മറ്റേ ഷെൽവി എന്ന് പറയുമ്പോൾ മൾബറി പബ്ലിക്കേഷൻസിൻ്റെ ഉടമയായിരുന്നല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സൂയിസൈഡ് ചെയ്യായിരുന്നു തോന്നുന്നു. അപ്പോൾ പുള്ളിയെ പറ്റിയുള്ള കഥയായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് അതിന് റിസർച്ച് നടക്കണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെയാണ്. അപ്പോൾ ബെന്യാമിൻ്റെ ആകെ ഒരു പുസ്തകമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് വായിച്ചിരിക്കുന്നതൊക്കെ ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് വഴങ്ങാത്തൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ. ഇതല്ല, എൻ്റെ ബെന്യാമിൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമായിരുന്നു ഉണ്ടായിരുന്നത്, പ്രിയപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ചില കഥകൾ ഇപ്പോൾ EMS പെൺകുട്ടി പിന്നെ വന്നതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു, ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്കത് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ പലരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ലോങ്ങർ ഫോർമാറ്റാണ് മൂപ്പരുടെ, ഇവിടെ മാസ്റ്ററി അതിലാണ്. ഇപ്പോൾ ഇന്ദുഗോപനെ പറ്റി പറയുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ അതുപോലെ ലോങ്ങർ ഫോർമാറ്റ് നിന്നിട്ട് വഴങ്ങുന്ന ഒരാളാണ് ബെന്യാമിൻ. ദാറ്റ്സ് മൈ ടേക്ക്. ലാസ്റ്റ് 15 years വന്ന മറ്റേ ആടുജീവിതം അതിന് മുമ്പ് വന്നതാണ്. എന്നാലും കണ്ടംപററി എഴുത്തുകാരില് ടോപ്പ് ചെയ്യുന്ന ഒരാളാണ്. Who's next? What's next? Segue into ഇന്ദുഗോപൻ ആവാലോ വേണമെങ്കിൽ. പിന്നെന്താ, ട്വിങ്കിൾ റോസ ഓർ അമ്മിണിപ്പിള്ള വെട്ടിയേഴ്സ് ഓർ ട്വിങ്കിൾ റോസ വളരെ അറ്റ്മോസ്ഫിയറിക് ആണ്, വളരെ വളരെ വിഷ്വൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ആണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ബാക്കിയുള്ള നോവലുകളെക്കാളും എല്ലാത്തിൻ്റെ ഒരു നമ്മളത് വാക്കുകൾ വായിക്കുമ്പോൾ ഇറ്റ് ഡ്രോസ് പിക്ചേഴ്സ്. എനിക്ക് അതുകൊണ്ടാണ് ആ പുസ്തകം അത്ര അധികം ഇഷ്ടം. എനിക്ക് ഈ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. തുരുത്തിലെ വർണ്ണനയുണ്ടല്ലോ, വന്ന് കാലയെ കുത്തുന്ന ഭാഗം, അത് ഞാൻ കുറെ വട്ടം വായിച്ചു. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചു. സംഹൗ ഇറ്റ് ഗേവ് മീ ദാറ്റ്, എന്താ പറയുക, ലൈഫ് ഓഫ് പൈ സിനിമ കാണുന്ന പോലെ ഫുള്ള് ഫ്ലൂറസന്റ് തുരുത്തും ചന്ദ്രനും നക്ഷത്രങ്ങളും മീനും ഒക്കെയാണ് എന്റെ മനസ്സിൽ കണ്ടത്. ഈ അറിയാത്ത ലൈഫാണ്, അറിയാത്ത ജീവിതങ്ങളാണ് പുള്ളിയുടെ
മെയിൻ സംഭവം. നല്ല എഴുത്തുകാരനാവുന്നതിന് മുമ്പ് പത്രപ്രവർത്തകനായിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിലുണ്ട്. അപ്പോൾ ഈ തുരുത്തിലെ ചില ചെടികൾ വെച്ച് മറ്റേ ചില ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരിക്ക് കൊണ്ടേ കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അവർ ഒന്നിച്ച് പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയതാണ്. അങ്ങനെയുള്ള പുതുമയിലാണ് അതിൻ്റെ വിജയം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ട്വിങ്കിൾ റോസ എടുത്താലും ഇപ്പോൾ അമ്മിണിപ്പിള്ളി എടുത്താലും ലൈറ്റ് ഹൗസിൻ്റെ മുകളിലുള്ള അത് ലൈറ്റ് ഹൗസ് വേറെ മറ്റേ അതുപോലെ മറ്റേ ആലുവാമൊഴിയിലെ പാതിവെന്ത മനുഷ്യർ അതിലെ ഒരു ലൈഫ് കാണിക്കുന്നതും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവൻ വിലായത്ത് ബുദ്ധിയിൽ ചന്ദനത്തെ പറ്റി പറയുന്ന കാര്യമായാലും ചന്ദനം ഒരു പരാതമാണെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് തന്നെ. ആക്ച്വലി ഇത്രയും സുഗന്ധം ഒക്കെ പരത്തി നിൽക്കുന്ന വലിയ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കുന്ന മരം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളതിന് പാരസൈറ്റ് പ്രശ്നക്കാരനാണെന്നുള്ള കാര്യമൊക്കെ പാരസൈറ്റ് ആണോ? ഉം. പാരസൈറ്റ് അതായത് ഒരു I mean, യൂക്കാലിപ്റ്റസ് ഒക്കെ പോലെ it just sucks up the water and everything. അക്കേഷ്യ ചുറ്റുള്ളത് യൂക്കാലിപ്റ്റസ് കരിച്ചു ഒക്കെ കളയും. പോലെ ചുറ്റുള്ളതിനെയൊക്കെ കരിച്ചു കളയുന്ന ഒരു സാധനമാണ് ചന്ദനം. ഓക്കെ ഓക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ട്വിങ്കിൾ റോസയില് ഈ അഷ്ടമുടിക്കായലിൽ നിന്ന് കിട്ടുന്ന ഈ കക്കയുടെ വെറൈറ്റിയെ കുറിച്ചൊക്കെ പറയത്തില്ലേ, ഒരു മീനിന്റെ ഒക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് കേൾക്കുമ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ലോകമുണ്ട് നമ്മുടെ കൺമുന്നിൽ എന്ന് നമുക്ക് തോന്നും. ഈ കൊച്ചു കേരളത്തിൽ അതാണ് കൊച്ചു അതിന്റെ കേരളത്തില് നമ്മള് പ്രൈഡ് എടുക്കുന്ന ഒരു കാര്യമാണ് കേരള കൾച്ചറും ഒക്കെ. പക്ഷെ there are some aspects which we haven't even explored more. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി പറയുന്നതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ്. അഷ്ടമുടിക്കായലിൽ മാത്രം കാണുന്ന ചില ടൈപ്പ് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്. അതിന്റെയൊക്കെ ടേസ്റ്റ് അവിടെ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു തലമുറ നമ്മുടെ അതിന് പോയിക്കൊണ്ടിരിക്കുക. വേറൊരു ബുക്കാണ് കാളികണ്ടകി. അധികം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്നറിയില്ല. അത് അത്ര വലിയ എന്താ പറയുക കൊട്ടിഘോഷിക്കപ്പെട്ട പുസ്തകമൊന്നുമല്ല. അമൃതയിൽ പണ്ട് അതിൻ്റെ ഒരു സീരീസ് വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അമൃത ടി വിയിൽ. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ്. രാജവംശത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ആ എയർപോർട്ട് അടച്ചിടുന്ന കാര്യമൊക്കെ കേൾക്കുന്നത്. മറ്റേ ആ ഘോഷയാത്ര മറ്റേ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് എയർപോർട്ട് അടച്ചിടുന്ന പരിപാടിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതിലൊരു പ്രോജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. കടൽക്കാറ്റിനെ രാജവീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഏതോ ഒരു മാളികയുണ്ട്, നായാട്ട് മാളികയോ വേട്ടമാളികയോ അങ്ങനെ എന്തോ ഒരു സംഭവം. അതായത് കുറച്ച് ചില സ്പീഷീസ് ഓഫ് എന്താ പറയുക ഗെയിമിനെ കൊണ്ടേ, അതായത് അങ്ങനെയുള്ള വേട്ടയാടാൻ പറ്റുന്ന അനിമൽസിനെ കൊണ്ടുപോയിട്ടിട്ട് ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മാളികയ്ക്കകത്ത്. മാളിക തുറന്ന് ആരും അകത്തേക്ക് കയറാറില്ല. അതൊരു എക്സിസ്റ്റിംഗ് അങ്ങനെ ഒരു കഥയുണ്ട്. അതായത് അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ഉണ്ട്. നായാട്ടിന് വേണ്ടി മാത്രം ഒരു മാളിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിനകത്ത് ആ ജീവികളുടെ പിന്തുടർച്ചക്കാരുണ്ടാകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ പുസ്തകത്തിന് എവിടെയൊക്കെയോ ഒരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്തു. അവസാനം എൻഡിങ്ങും അത്ര മികച്ച ഒരു എൻഡിങ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇറ്റ് ഫ്ലൂ അണ്ടർ ദ റേഡാർ. ബട്ട് ഈ പറഞ്ഞ ഫാക്ട്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഏതാ ഇതിന്റെ പേര്? കാളികണ്ടകി. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എത്തുന്നത് മാനസരോവറിലൊക്കെയാണ്, ഹിമാലയത്തിലൊക്കെ ചെന്നെത്തുന്നത്. കൊള്ളാവുന്ന ഒരു നേപ്പാൾ മാസക്കർ ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. അത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അത് ആക്ച്വലി. കാര്യം ഇതൊരു പത്രപ്രവർത്തകന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി പോകുന്ന വഴികളൊക്കെ ഇന്ദുഗോപൻ തന്നെ ആയിരിക്കാം അത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പോകുന്ന വഴികളെല്ലാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇന്ദുഗോപന്റെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതില് 4-5 ചെറുപ്പക്കാർ മറ്റേ പൊന്മാന്റെ അത് ഒരു കഥ തുടങ്ങുന്നത് ഒരു എന്താ പറയാ കടപ്പുറത്തെ ഒരു കമ്മ്യൂണിറ്റിയിലെ സ്റ്റോറിയാണ്. അവരുടെ ജീവിത രീതിയിൽ നിന്ന് തുടങ്ങി ഇപ്പുറത്ത് മാരിയാനോന്റെ അടുത്ത് എത്തുമ്പോ മറ്റേ ഫാമിങ് കൊഞ്ച് കൃഷിയുടെ അതിന്റെ കഥ അതുപോലെ ഉണ്ട്. സ്കാവഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഒരു സൂവിലുള്ള കഥയാണ്. ഒരു ഡോക്ടറും സൂവിലെ കഥയാണ്. വിലായത് ബുദ്ധാഗിയൻ
ചന്ദനമരം, ചെന്നായ എന്ന് പറഞ്ഞിട്ട് ബുക്ക്. അതൊരു വല്ലാത്തൊരു ബുക്കാണ്. അത് മൂവി വന്നിട്ടുണ്ടായിരുന്നു, വുൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി. അർജുൻ അശോകനും നിഷാദും സംയുക്ത ഇർഷാദ് ഇർഷാദ് അതും ഈ പറഞ്ഞ ഹണ്ടറിന്റെ കഥ. ഇതെല്ലാം ഇപ്പം യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പം ട്വിങ്കിൾ റോസ എന്റെ മനസ്സിൽ വരുന്നത് കുറെ വെളിച്ചമാണ്, ലൈറ്റും ഒരു ഫ്ലൂറസെൻസ്. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ അതാണ്. ഇന്ദുഗോപൻ ഇസ് സോ ഗുഡ് അറ്റ് പെയിന്റിംഗ് ദോസ് പിക്ചേഴ്സ്. പുള്ളി ഒരു ലാൻഡ്സ്കേപ്പ് എടുത്തിട്ട് ഡീപ്ലി റിസർച്ച് ചെയ്തിട്ടാണ് അതിനെ കുറിച്ച് എഴുതുന്നത്. അല്ലാണ്ട് ചുമ്മാ പോയി ഞാൻ ടൂറിസത്തിന് പോയപ്പോൾ കണ്ടപ്പോൾ എഴുതിയൊരു കഥയല്ല അത്. പുള്ളി നല്ലോണം റിസർച്ച് നടത്തി എഴുതിയേക്കുന്ന കഥയാണ്. പാമ്പിണിപ്പിള്ള വെട്ടിയേഴ്സ് കൊല്ലം ആണ് അതിന്റെ ബേസ്. അത് പുള്ളി കൊല്ലംകാരനായതുകൊണ്ട് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ when I expanded into other books I realized പുള്ളി അങ്ങനെയൊന്നുമല്ല. പുള്ളി എല്ലായിടത്തെ കുറിച്ചും അത്യാവശ്യം നല്ലോണം റിസർച്ച് നടത്തിയിട്ടാണ് എഴുതുന്നത്. ബുക്ക് ഭാഷ നല്ലതാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങി 1-2 എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഫ്ലോപ്പ് ആയിരുന്നു. മർഡർ ഇൻ മദ്രാസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എഡിറ്റിംഗ് ഇഷ്യൂസും ഒക്കെയുള്ള ബുക്ക്. പക്ഷെ അതർവൈസ് ഒരു സ്ഥലത്തിന് ചെന്ന് നമുക്കത് വായിച്ച് നമ്മൾ അവിടെ എത്തി. ആ ബുക്കിന്റെ കൂടെ നമ്മൾ അങ്ങനത്തെ ബുക്കുകൾ എനിക്ക് അതും പുള്ളിക്ക് ഈസ് ഏബിൾ ടു ടൈ ഇൻ ചില എലമെന്റ്സ് ഓഫ് മിസ്റ്ററി, ത്രില്ലർ. ഈ കാളികണ്ടകിയിൽ ദർ ഇസ് ഒരു ചെറിയൊരു എലമെന്റ് ഓഫ് ഹൊറർ എന്ന് പറഞ്ഞുകൂടെ, ഒരു സ്പൂക്കി ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇല്ലേ, ഒരു മാളികയിൽ ഒരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്യണത് അത് കാളികണ്ടകിയിലല്ലേ. മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നതും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു ഇതുണ്ട്, ഒരു പഴയ കൊട്ടാരം മ്യൂസിയം ആക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഉണ്ട്. അതിലും ഉണ്ട് ചില സ്പൂക്കി എലമെന്റ്സ്. ആൻഡ് ഹി ഈസ് ഏബിൾ ടു ടൈ ഓൾ ദാറ്റ് ഇൻ എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു നല്ല വായനാനുഭവമാണ് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞ് വരുമ്പോൾ. ഐ തിങ്ക് ഹിസ് മാസ്റ്ററി അഗെയിൻ ഇസ് നോട്ട് ഇൻ വലിയ ടെക്സ്റ്റിലല്ല, ചെറിയ കഥകൾ, ബൈറ്റ് സൈസ്ഡ് ആണ് പുള്ളിയുടെ എല്ലാം. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് ഡോപ്പമിൻ ഹിറ്റ് വേഗം കിട്ടുന്ന ഒരു തരത്തിലുള്ള റൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അതില് വിലായത്ത് ബുദ്ധ വി ഷുഡ് ഡ്വെൽ എ ലിറ്റിൽ മോർ ഓൺ ഇറ്റ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ത്രില്ല് ചെയ്തതും ഒക്കെ ആയ ഒരു പുസ്തകമാണ്. അഗെയിൻ നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് അറിവ് കിട്ടുന്നുണ്ട്. ഈ ചന്ദനമരത്തിന്റെ ഇതും വിലായത്ത് ബുദ്ധ എന്ന പേരെങ്ങനെ വന്നു എന്നും ഒക്കെ ഒരുപാട് ഫാക്ട് ബേസ്ഡ് സ്റ്റോറീസ് ആണ് പുള്ളിയുടേത്. അപ്പം പുസ്തകം അങ്ങ് വായിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കഥ വായിച്ചു, കഥ നമ്മുടെ കൂടെ ഇരിക്കുന്നു, അതിൻ്റെ കൂടെ കുറച്ച് അറിവുകളും നമ്മൾക്ക് മുമ്പുണ്ടാവാത്ത ചില അറിവുകളും അതിലിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം ആൻഡ് ഓഫ് കോഴ്സ് ഐ തിങ്ക് തീട്ടം ഭാസ്കരൻ is one of the most colorful characters. ഈ ബുക്ക് അല്ല, ഞാനത് വായിച്ചപ്പോൾ തോന്നിയത് എനിക്ക് സച്ചി അത് സെലക്ട് ചെയ്യാൻ സിനിമയാക്കാൻ എടുത്തതിൽ യാതൊരു അത്ഭുതവും തോന്നിയില്ല. കാരണം സച്ചിയുടെ എല്ലാ ഫിൽമോഗ്രഫി നോക്കിയാൽ രണ്ടുപേര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് മിക്കവാറും എല്ലാ പടങ്ങളിലും. ഇപ്പൊ അനാർക്കലി മുതൽ അങ്ങനെയാണ്, രണ്ടുപേര് തമ്മിലുള്ള ഒരു ശീതസമരം, അത് നേരിട്ടും അല്ലാതെയുള്ള ഇതാണ്. അപ്പോൾ ഇത് വളരെ എനിക്ക് തോന്നി പുള്ളിക്ക് ഇത് ആപ്റ്റായ ഒരു സാധനമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി he was not able to make it, and also the adaptation it got was really not worth it. അതുപോലെ അല്ലെ പല അഡാപ്റ്റേഷൻസ്. ഇപ്പൊ ഇന്ദുഗോപന്റെ പല അഡാപ്റ്റേഷൻസ് അതുപോലെ അങ്ങനെ എന്താ പറയാ, ശംഖുമുഖി ട്രോളായി പോയി സത്യം. ആകെ കൊള്ളാമെന്ന് തോന്നിയൊരു അഡാപ്റ്റേഷൻ എന്ന് പറയാവുന്നത് റീസെന്റ് പൊന്മാനാണ്. 4-5 ചെറുപ്പക്കാർ. അമ്മിണിപ്പിള്ള ആക്ച്വലി ഇഷ്ടപ്പെട്ടു. I didn't find it to be as bad as people called it to be. അമ്മിണിപ്പിള്ള വാസ് പാസബിൾ, കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ അമ്മിണിപ്പിള്ള വാസ് ഓൾസോ വുൾഫ് വാസ് ഓക്കെ. പക്ഷെ അതൊരു ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഒരു ഫീച്ചർ ലെങ്ത്തിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഈ ചെന്നായിക്ക് അകത്ത് വേറൊരു കഥയുണ്ട്, മറുത എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. വായിച്ചിട്ടുണ്ടോ? എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ദുഗോപന്റെ ബുക്സൊക്കെ ആ ടൈറ്റിൽ സ്റ്റോറിയുടെ പേരിലായിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ ചെന്നായ അതിനകത്ത് 2 സംഭവം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു ഉള്ളി ഫാമിങ്ങിനെ പറ്റിയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു, ഉള്ളി കൃഷിയെ പറ്റിയിട്ട്.
അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. സി ആ ആക്ച്വലി അത് അതില് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ, പുള്ളിക്കാരത്തി തിരുവനന്തപുരത്തുകാരിയാണ്. പുള്ളിക്കാരത്തി ഭൂമിക്കടിയിൽ വളരുന്ന ഒന്നും കഴിക്കില്ല. കാരണം ആരോ ഈ കഥ പറഞ്ഞ് അവരെ കൊച്ചിലെ they just turned her off this thing. അപ്പം ഒരു സാധനത്തിനും ഉള്ളി ഇടില്ല, ഭൂമിക്കടിയിലുള്ള ഒന്നും ഉപയോഗിക്കാതെ പുള്ളിക്കാരത്തിന്റെ കുക്കിംഗ് എന്ന്. ജെയിൻസ് അങ്ങനെയല്ലേ? yeah. ഞാനത് ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ട് മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ മാർഷ്യൻ കണ്ടാൽ മാർഷ്യനല്ലേ? മാർച്ചിൽ അത് തന്നെയാണല്ലോ. അവര് ചെയ്താ നമ്മൾ ചെയ്ത ഓഹോ. അല്ല, നമ്മളിപ്പം പന്നിയിറച്ചിയും കരിമീനും ഞണ്ടും എല്ലാം കഴിക്കുന്നില്ലേ? അവിടെയൊക്കെ ഭക്ഷണം എന്തുവാ? മീൻ കഴിക്കുന്നവരുടെ അടുത്ത് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ. ഞാൻ വെജിറ്റേറിയൻ, ഞാൻ മിക്കവാറും വെജിറ്റേറിയൻ ആണ്, ബട്ട് ഐ കൺസിഡർ ഫിഷ് ആസ് വെജിറ്റേറിയൻ എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് തന്നെ എനിക്കറിയാവുന്ന. അവരോട് കാര്യം പറഞ്ഞാൽ പിന്നെ അവർ നിർത്തിക്കോളും. ഉള്ളിയും കൂടെ കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പറ്റില്ല. അല്ല, അതില് ഞാൻ പറഞ്ഞത് മറുതയുടെ കാര്യം. ഇത് ഒരു കുറച്ച് ഫണ്ണി ടേക്ക് എന്നൊക്കെ വിചാരിക്കാം, പക്ഷെ മറുത അത് വളരെ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അതാണോ? യെസ്. ഓ, ഇറ്റ് ഹാഡ് എ ഷോക്കിംഗ്, ഐ മീൻ എൻഡിങ് അല്ല, അതിനകത്ത് അത് വായിക്കണം. അത് കുറച്ച് ചെന്നായ ബുക്ക് ചെന്നായ ബുക്ക് ചെന്നായ, അല്ലെങ്കിൽ ഇന്ദുഗോപന്റെ കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ എടുത്താലും മതി. അതിന്റെ സെക്കൻഡ് പാർട്ട് പിങ്ക് പോലീസ് ഇല്ലേ, അതൊരു കണക്ടിങ് സ്റ്റോറിയാണ് ആക്ച്വലി, മറുതയും പിങ്ക് പോലീസും. അറിയില്ല, പിങ്ക് പോലീസ് വായിച്ചിട്ടില്ല. അതില് ഈ പിങ്ക് പോലീസിന്റെ ഒരു പോലീസിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് യു പ്രോബ്ലി വുഡ് വാണ്ട് ടു റീഡ് ബോത്ത് ഓഫ് ദം. നമുക്ക് എനിക്ക് ഫീൽ ചെയ്താണ് അത് കണക്റ്റഡ് ആണെന്നുള്ളത്. ഒരു ചിലപ്പോൾ ആയിരിക്കില്ല, പക്ഷെ അതില് ഈ മറുതയിലെ പോലീസുകാരൻ ഐ തിങ്ക് ഇസ് ദ സെയിം, ഇപ്പോഴത്തെ കഥയിലെ പോലീസുകാരന്റെ ഭർത്താവ് സെയിം ആണെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. മേ ബി പ്രോബ്ലി റോങ് ആണെങ്കിൽ അത് കൊള്ളായിരുന്നു. വായിച്ചു നോക്കിട്ട് പറയാം. പിങ്ക് പോലീസ്, കരിമ്പുലി, റോറോ എക്സ്പ്രസ്, ഇതൊരു കളക്ഷൻ ഉണ്ട്. കരിമ്പുലി ഫോർ എക്സാമ്പിൾ കാട്ടിലെ കഥയാണ്. ഒരു ഫോറസ്റ്റില് വെച്ചിട്ട് ഗാർഡ്സ് ട്രൈങ് ടു കരിമ്പുലി കഴിക്കുന്നതിനെ കുറിച്ചുള്ള കഥയാണ്. അഗെയിൻ ദ അമൗണ്ട് ഓഫ് റിസർച്ച് ദാറ്റ് ഹാസ് ഗോൺ ഇൻടു ഇറ്റ്. ഞാനതൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യൂ. ഫോറസ്റ്റ് ഗാർഡ്സ് പ്രൊട്ടക്ടേഴ്സ് ടേൺ ഹണ്ടേഴ്സ് എന്നുള്ള പോയിന്റ് എന്നാണ് ആ കഥ. ആൻഡ് റെസിസ്റ്റൻസ് ഫ്രം സമ്മൺ യു വുഡ് കൺസിഡർ അവർക്കൊക്കെ എനിക്കറിയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞമാരെ ഓർക്കം കെടുത്തിയൊരു പുസ്തകമാണ് കരിമ്പുലി. അപ്പോ ഏതാണ് ഇന്ദുഗോപന്റെ ബെസ്റ്റ് വർക്കായിട്ട് തോന്നുന്നത്? എനിക്ക് ഈ 4-5 ചെറുപ്പക്കാരൻ. ഞാനിത് മൂന്നും പറയാം, പക്ഷെ എനിക്ക് ശംഖുമുഖി മറ്റേ അരുൾവായ്മൊഴിയിലെ പാതിവെന്ത മനുഷ്യരും, ഫോർ ദാറ്റ് ക്രീപ്പി എഫക്ട് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ലവ് സ്റ്റോറി. അതുകൊണ്ട് ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ദെൻ. അടുത്ത എഴുത്തുകാരനെ പിടിക്കണോ അതോ അടുത്ത പുസ്തകത്തിലേക്ക് പോകണോ? അടുത്ത എഴുത്തുകാരൻ ആരായിരിക്കും അടുത്ത എഴുത്തുകാരൻ? രാജശ്രീ. ഞാൻ പറയാൻ വരെയായിരുന്നു. ഐ മീൻ നമ്മളിത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ കല്യാണിയും ദാക്ഷായണിയും പറഞ്ഞ 2 സ്ത്രീകളുടെ കഥ, അത് എയർപോർട്ടിൽ ഞാൻ ഒരു തവണ ഫ്ലൈറ്റ് പിടിക്കായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ അന്ന് DC അല്ലായിരുന്നു, മാതൃഭൂമി ബുക്സിന്റെ സ്റ്റോളായിരുന്നു തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ വായിച്ചതാണ്. ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഇതാണല്ലോ, കാസർഗോഡ് ഭാഷയാണ്. ആദ്യം കുറച്ച് അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടി. പക്ഷെ അത് കടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ഇൻ ഓ. കാരണം എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്ന് വളരെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ തോന്നുള്ളൂ.
എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ആ പുസ്തകം വായിച്ചിട്ട്. അതും ഓരോ ലെവല് കഴിയുമ്പോഴും അതിൻ്റെ ആ ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു. ആൻഡ് ആൻഡ് ടു മീ ഈ ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുന്ന പുസ്തകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ഗ്രൗണ്ടഡ് ഫെമിനിസം. അല്ലാതെ വേറെ ഒരു പുസ്തകത്തിനെ കുറിച്ചും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ദിസ് ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ഇൻ ഫെമിനിസം. തുള്ളിച്ചി, അതാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന വാക്ക്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് at some point, if you grew up in the 90s, നമ്മൾ ആ ഒരു ഏജ്, if you've been 90s and you actually had opinions, പലരും വിളിച്ചിരുന്ന പല വാക്കുകളിൽ ഒന്നാണ് തുള്ളിച്ചി. അതായത് ഇത്തിരി തുള്ളക്കാരിയാണ് എന്നുള്ള. അതായത് you go out of മരങ്കേറി മരങ്കേറി, തുള്ളിച്ചി, അധിക പ്രസംഗി, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പക്ഷെ അതിലെ ഏറ്റവും കറക്റ്റ് ആപ്റ്റ് വേർഡ് തുള്ളിച്ചിയാണ്. ആൻഡ് പണ്ടതൊരു ശകാരവാക്കാണെങ്കിലും ഐ തിങ്ക് ഇന്ന് നമുക്ക് യു ക്യാൻ ആക്ച്വലി പ്രൗഡ്ലി ക്ലെയിം ദാറ്റ് റിബൽ അങ്ങനെയാണ്, റിബൽ റെബലാണ്. അപ്പോ ഈ പുസ്തകം ഇത് കുറെ കാലം എന്റെ TBRൽ ഉണ്ടായിരുന്ന ഒരു ബുക്കാണ്. ഇവൻച്വലി എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങിയത് കോവിഡിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെയാണ്. എനിക്ക് ബുക്കിന് ആക്സസ് ഉണ്ടായിരുന്നില്ല. കോവിഡ് നമ്മളെല്ലാവരും സ്റ്റക്ക് ആയിരുന്നല്ലോ. അത് ഇനി ബുക്ക് കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഇതിൽ ഏറ്റവും ഇതായി തോന്നി ഈ ചൂലിന്റെ പടം ഉണ്ടല്ലോ, അതായിരുന്നു എന്റെ ഇത്. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കഥ എന്നുള്ള കഥയല്ലല്ലോ, കഥയാണ് കഥ. ഇത് വായിച്ചാണെങ്കിൽ പറഞ്ഞ പോലെ കണ്ണൂർ ഭാഷയ്ക്ക് ചെറിയൊരു ഒരു ഒരു നമുക്കത് കറക്കാനൊരു സ്പേസ് ഉണ്ടല്ലോ. വൺസ് യു ഗോ പാസ്റ്റ് ഇറ്റ്. ആൻഡ് ഇത് ഒരാളുടെ കഥയല്ല, ഇതില് നെറേറ്ററിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഷീസ് ഗോയിങ് ത്രൂ ഡിവോഴ്സ്. അപ്പം ഷീസ് പ്രഗ്നന്റ്. ഈ ഹസ്ബൻഡുമായിട്ട് either she can go back with him now that she's pregnant, but it's a toxic relation, she doesn't want to be in it. ആ ഒരു ഇതുണ്ട്. അതെന്നാണ് ഈ കല്യാണിയും ദാക്ഷായണിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അതില് ഒരു ഇവരുടെ നെയ്ബർ ഒരു സ്ത്രീ ഉണ്ട്. ചേച്ചി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സ്ത്രീക്ക് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ആയിട്ട് കിണറ്റിൽ ചാടി മരിക്കും. ഈ സിസ്റ്റർ വളരെ ചെറിയ കുട്ടിയാണ്. സിസ്റ്ററാണ് ഈ മകനെ നോക്കുന്നത്. അപ്പൊ ഇടക്കിടക്ക് ചോദിക്കും, എന്താണ് എന്റെ കുട്ടിക്ക് പാല് കൊടുത്തോ, ഇത് കൊടുത്തോ. ഈ ചേച്ചി ഇടക്കിടക്ക് വരുന്നു ഇറങ്ങി ഫീൽ വരുന്നുണ്ട്. ചെയ്യും. അതൊരു കഥയാണ്. അതിന്റെ അത് രസമുള്ളൊരു കഥയാണ്. അതില് ഇത് എന്താ എൻഡോന് ഇങ്ങനത്തെ ചില യൂസേജസ് ഉണ്ട്. അതുപോലെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീക്വൻസ് ഈ ദാക്ഷായണി കല്യാണം കഴിക്കുന്നത് ഒരാളുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. ഷീസിന്റെ അടുത്ത് കാച്ചൊക്കെ മേടിച്ചോണ്ട് പോകും. എന്നിട്ട് അവസാനം ഷീ സേസ് ഐ ആം നോട്ട് ഗോണ ഗിവ് യു മൈ മണി. ഞാൻ ഏൺ ചെയ്ത മണി ഞാൻ എന്തിനാ. അയാൾ ഇങ്ങനെ എപ്പോഴും ഈ സ്ത്രീയെ താഴ്ത്തി കെട്ടി പറയും. അതായത് കാശുണ്ടായിട്ടും യു ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്, ബുദ്ധി ഇല്ല, അങ്ങനത്തെ ഒരു. ഇവൻച്വലി ഷീസ് ലൈക്ക് ഐ ആം നോട്ട് ഗോണ ഗിവ് യു മൈ മണി. ഇപ്പൊ ഇയാള് വന്നിട്ട് അവസാനം ഈ സ്ത്രീ പുറത്താക്കും. എന്നിട്ട് നാട്ടിലെ ആൾക്കാരെ കൂടെ വന്നിട്ടൊരു നാട്ടിലൊന്ന് പൊതുവെ ഇതാണല്ലോ, ഒന്ന് കൂട്ടിച്ചേർക്കാൻ നോക്കും. ഒരു പഞ്ചായത്ത്. ഇയാള് വന്നിരുന്നിട്ട് സർപ്രൈസിൽ ഇയാള് വന്നിരുന്നത്, അതായത് നിന്റെ തെറ്റുകളൊക്കെ മാപ്പ് പറഞ്ഞ് ഞാൻ നിന്നെ തിരിച്ചെടുക്കാൻ തയ്യാറാണെന്നുള്ള മട്ടിൽ എന്തോ ഡയലോഗ് അടിക്കും. പുള്ളിക്കാരത്തിയുടെ ഒരു ഇറങ്ങി വരവുണ്ട്. മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു കാട് ഇറങ്ങി. അത് അതിന്റെ വർണ്ണനയുണ്ടല്ലോ. യു കെൻ ലിറ്ററലി സീ ഒരു ലഷ് ഫോറസ്റ്റ്. It's just so beautifully done. And അതിൽ എനിക്കത് ഇത് വായിക്കാത്തവർ എനിക്ക് എന്തായാലും വായിക്കണം. ഇത് ഞാൻ വായിച്ച് ഞാൻ അങ്ങോട്ട് ആർഭാടിച്ച് ഞാൻ എന്റെ ചിറ്റയ്ക്ക് കൊണ്ടേക്കൊണ്ട്. ചിറ്റ ഞാൻ ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ ചിറ്റ ചോദിച്ചാൽ എനിക്ക് ഈ ബുക്ക് കൂടെ കൊണ്ടുവരണം. ചിറ്റ രാവും പകലിരുന്ന് വായിച്ച് കക്കാന്ന് ചിരിച്ച് വീട്ടിലുള്ള കൊച്ചച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റി, എല്ലാം ഓക്കെ അല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായി കണക്ട് ചെയ്ത ഒരു ബുക്കായിരുന്നു അത്. അയ്യോ രക്ഷയില്ല. അത്രയും ഫ്രസ്ട്രേഷനിൽ നിന്ന് പ്രതികരിക്കുന്ന സ്ത്രീകളിലേക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഐ മീൻ ഇപ്പൊ ഈ റേജ് ബേറ്റ് ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന എഴുത്തുകാരികളും എന്താണ് ആഞ്ഞു പിടിച്ചാൽ പോലും ഇതിന്റെ ഒരു മൂലയ്ക്ക് എത്താൻ പറ്റില്ല. അവര് രണ്ടുപേരും ക്ലാസിക് രണ്ട് സ്ത്രീകൾ. സ്റ്റോറി ഒരു 50 വർഷം മുമ്പത്തെ കഥയാണ്. അന്ന് എണീറ്റ് നിന്നില്ല. എനിക്ക് എന്റേതായ
അഭിപ്രായങ്ങളുണ്ട്, എനിക്ക് എന്റേതായ ഇതുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ 2 സ്ത്രീകളുടെ കഥയാണ്. നീഡ്സ് ടു ബി സെലിബ്രേറ്റഡ്. എത്ര പറഞ്ഞാലും അത് മതിയാവും. Absolutely, absolutely. സൈലൻസ്. Kirkum, Anoop, anything to add here? No, ഞാൻ ഞാൻ വായിച്ചിട്ടില്ല. ശരി ഞാനും യു വായിച്ചിട്ടില്ല. ഷുഡ് അനൂപ്. അയ്യോ വായിക്കണം പ്ലീസ്. വായിക്കണം. ഹൈലി വാങ്ങി റെക്കമെൻഡഡ്. Absolutely. വാങ്ങി ആരാ വെച്ച reading this? പുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വ്യാഴചന്ത. വ്യാഴചന്തയിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് കുറച്ച് പേരെ കൊണ്ടുവരും. അപ്പോൾ ഇതിൽ മെയിൻ ആൾക്കാർ വ്യാഴചന്ത നടത്തുന്ന ആൾക്കാർ മിക്കവാറും ഷിനിലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റേഴ്സിന് ഓർമ്മയുണ്ട്, കേട്ടിട്ടുണ്ടോ? ഷിനിലാൽ, VJ ജെയിംസ്, അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഇതിൻ്റെ ആൾക്കാർ. ഇവരൊക്കെ ബെന്യാമിൻ, ഇവരൊക്കെ ഒരു സെറ്റാണെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും എല്ലാവരും ഒന്നിച്ച് കൂടാറുണ്ട്. അപ്പോൾ ഇവർ അത്തവണ ഗസ്റ്റായിട്ട് രാജശ്രീനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പുള്ളിക്കാരി അപ്പോൾ ബസ് കയറാൻ നിൽക്കുമോ എന്തോ ആയിരുന്നു, എവിടെ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പുള്ളിക്കാരി സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴാണ് ഈ പുസ്തകത്തെ പറ്റി ഞാൻ കേൾക്കുന്നത്. കാര്യം ബുക്കിൻ്റെ കവർ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒഴിവാക്കി. ആ സമയത്ത് ഫുൾ ക്രൈം വേവ് വാങ്ങി കൂട്ടുന്ന പരിപാടിയായിരുന്നല്ലോ, മറ്റേ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത് ഫേസ്ബുക്കിൽ മറ്റേ ഇതായിട്ട് വന്നതാണ്, പോസ്റ്റുകളായിട്ട് സീരീസായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. അത് അങ്ങ് കയറി കൊളുത്തിയപ്പോൾ അത് പുസ്തകമാക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊക്കെ നോക്കണം, ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, നേരത്തെ ഇതിനെപ്പറ്റിയൊരു ചിന്തയില്ലായിരുന്നു, ഇപ്പോൾ റിട്ടേൺസൊക്കെ ഫയൽ ചെയ്യാൻ പഠിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. പക്ഷേ ഇതിൻ്റെ പോപ്പുലാരിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരാൾ, ആ ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ച ആൾ പറയുന്നുണ്ട്, ഒരു പയ്യൻ, ആ പയ്യൻ ഇരുന്ന് വായിക്കുന്നത് കണ്ടു. ഇയാൾക്ക് പരിചയമുള്ള പയ്യനാണ്, ഒരിക്കലും പുസ്തകത്തിൻ്റെ ലോകത്ത് വരാൻ സാധ്യതയില്ലാത്തൊരു പയ്യനാണ്. അതായത് ഒരു ന്യൂജൻ പയ്യൻ, സിനിമാ പ്രാന്തനായൊരു പയ്യൻ. അയാൾ പറയാണ്, പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്, അത് വായിക്കുവാണ് എന്ന് പറഞ്ഞത്. അത് വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അതായത് അത്രയ്ക്ക് അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ടാണ് പുസ്തകത്തിന് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി കിട്ടിയത്. അതായത് ബുക്കായി വന്നപ്പോൾ അതിന് കിട്ടിയത്, അത് ഡിസേർവ് ചെയ്യുന്നൊരു പോപ്പുലാരിറ്റിയാണ്. അത്രയേകം അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചു. ഇതിനൊന്നും വായിക്കാൻ പറ്റിയില്ല ഇതുവരെ. പല പുസ്തകങ്ങളുടെ ഇടയിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത്രയൊക്കെ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കയ്യിലെടുത്തതാണ്. ആളുകളുടെ റിവ്യൂ ഒക്കെ ഇങ്ങനെ നിർഗള ഒഴുകുകയാണ്. മരുന്നു മണക്കുന്ന കാടുകളുടെ ഇടയിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ് വാസ് ഓക്കെ. ഐ വിൽ നെവർ കൺസിഡർ ഇറ്റ് എനിവെയർ നിയർ കല്യാണി ആൻഡ് ദാക്ഷായണി. ചിലപ്പം മഹാഭാരതത്തിൽ ആര് തൊട്ടാലും അതിനൊരു കേഴ്സുണ്ട്, 2-ാം മുഴം എന്ന് പറയുന്നൊരു സാധനം. അത് കൊണ്ടായിരിക്കാം. പക്ഷേ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ടു ബി മെമ്മറബിൾ. ഇറ്റ് വാസ് ഇൻ നോ വേ എ ബാഡ് ബുക്ക്. വായിച്ചു തീർത്തു, പെട്ടെന്ന് തന്നെ വായിച്ചു തീർത്തു. ഐ എൻജോയ്ഡ് റീഡിങ് ഇറ്റ്, but I did not feel that it is a book worth celebrating the way it is being celebrated. I feel that it is often being celebrated more than Kalyani and Dakshayani, which to me is... വികാരം വ്രണപ്പെട്ടു. ഐ മീൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥയാണ്, ശിഖണ്ഡിയുടെ കഥയാണ്. ഒരു ഭിന്നലിംഗക്കാരിയുടെ കഥ എന്നുള്ള രീതിയിലൊക്കെ ഇറ്റ് ഈസ് റിയലി ഗുഡ്. അതിൽ ചില സീക്വൻസ് ഒക്കെ ഉണ്ട്, ഇറ്റ് റിയലി നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ പേട്രിയാർക്കിയുടെ സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ്രുപദന്റെ ചില സീനുകളൊക്കെ ഉണ്ട്, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ടു റീഡ് ത്രൂ. പക്ഷേ ഐ മീൻ it didn't touch me the way this one did. വെരി വർത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ ആയിരുന്നു. സംശയമില്ല. അടുത്തെന്താ? അടുത്ത ഓഥർ സൈഡില് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരാ? KR Meera. Should not be spoken in the same breath, but when you say feminism. I liked Arachar from ഒരു
ഭാഷ പെർസ്പെക്റ്റീവ് ആണെങ്കിലും കഥയാണെങ്കിലും ദ amount of research that has gone into that story, എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ആസ് എ റൈറ്റർ, കെ.ആർ. മീര ഫൗണ്ട് എ സ്പോട്ട് ഇൻ മൈ ബുക്ക് ഷെൽഫ് ബിക്കോസ് ആരാച്ചാറ്. ഞാൻ വേറെ 1-2 വായിച്ചിട്ടുണ്ട്, എന്താ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും എനിക്ക് അത്ര വലിയ യെസ്. പിന്നെ ഖബർ വാസ് എൻ അറ്റംപ്റ്റ് ഒരു എന്താ പറയാ, ഒരു മാജിക്കൽ റിയലിസം മാജിക്കൽ പറയുന്ന റിയലിസം. മാതിരി. അത് വിച്ച് വാസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. ഇൻഫാക്ട് ഇറ്റ് വാസ് എൻജോയബിൾ. അഗൈൻ എനിക്ക് ഈ പറഞ്ഞ മാതിരി മാജിക്കൽ റിയലിസം പകുതി വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവാറില്ല. പക്ഷെ എനിക്ക് അത്ര ബുദ്ധിയുള്ളതെന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പല ബുക്കുകളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് മാജിക്കൽ റിയലിസം വരുമ്പോൾ. ബട്ട് ഈയിടെ ആയിട്ട് വന്ന പലതും പുള്ളിക്കാരത്തിന്റെ പല സ്റ്റേറ്റ്മെന്റ്സിനോടും ഞാൻ അഗ്രി ചെയ്യുന്നില്ല. പക്ഷെ അത് അഗ്രി ചെയ്യേണ്ട, എല്ലാത്തിനോടും നമ്മൾ അഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഹെർ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആയിരിക്കുമല്ലോ അത് ഷേപ്പ് ചെയ്യുന്നത്. I mean, പക്ഷെ I really feel sorry for her if her personal experiences shaped her to get into this. അപ്പം I പക്ഷെ mean, അതൊരു only thing that I have is sympathies. അപ്പൊ ഇതൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അല്ല, see, ബ്ലാങ്കറ്റ് ആയിട്ട് everyone is നമുക്കറിയില്ല, bad. ചിലപ്പോ ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ തന്ത്രങ്ങളായിരിക്കാം. റേജ് ബേറ്റ് എന്നുള്ളത് ടേം ഓഫ് ദ ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് ആരോ തെരഞ്ഞെടുത്തിരുന്നു, വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട്. Captious. അപ്പോ ഇറ്റ് ഈസ് റെലവെന്റ്, ഇറ്റ് എക്സിസ്റ്റ്സ്, ഇറ്റ് കുഡ് ബി ദാറ്റ്. Any publicity is good publicity. I don't know, if you're a good author, do you really need to rage bait people into buying your book? എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ അപ്പൊ റേസ് ചെയ്യും. I mean, the standards have gone down. ലാസ്റ്റ് വന്ന കലാച്ചി, അതിന് മുമ്പ് എന്തൊരു പ്രണയ പുസ്തകം വന്നായിരുന്നു. ഇതൊക്കെ അത്രയൊന്നും നോട്ട് വെൽ റിസീവ്ഡ് ആണ്. പുള്ളിക്കാരിക്ക് അറ്റംപ്റ്റ് ടു സ്റ്റേ റെലവെന്റ് അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. അറിയാം, പുള്ളിക്കാരിക്ക് ഫാൻസ് ഉണ്ട്. ആ ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ ഇത് പുസ്തകം ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരു മെയിൻ സ്ട്രീമിലൊന്നും അത്ര വലിയ വിജയമായില്ലേ കലാച്ചി ഒന്നും. മീൻസ് മാസ്റ്റർ പീസ് ആദ്യമേ വന്നതുകൊണ്ട് പിന്നെ വരുന്നതെല്ലാം ഒരു ബെഞ്ച് മാർക്ക് ആദ്യം സെറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് പലതും എത്തൂലല്ലോ, പിന്നെ ആണ് ബുദ്ധിമുട്ടാവുന്നത്. ഖബർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറി ആക്കാനുള്ളതേ ഉള്ളൂ. DC ആ പുസ്തകത്തിനെ ഒന്ന് വലുതാക്കി അതിനകത്ത് പിക്ചേഴ്സും അതിൻ്റെ മാർജിൻ സൈസ് ഒക്കെ കൂട്ടി അതൊരു നോവലാക്കി ഇറക്കിയതാണ്. നോവല പോലും അല്ല, അത് ചെറിയ ചെറിയ പുസ്തകമാണ്. അത് തന്നെയാണ് അതെ. അപ്പൊ വിലായത്ത് ബുദ്ധ അങ്ങനെ തന്നെയാണല്ലോ. വിലായത്ത് ബുദ്ധ ചെറിയ പുസ്തകമാണ്. അത് പുസ്തകം ചെറുതാണ്, അതിനകത്ത് കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ, മാർജിനാണ് കൂടുതൽ. ആലോചിച്ചാൽ അറിയാം, മാർജിനും പിന്നെ കുറെ പിക്ചേഴ്സ് ഉണ്ട്, കുറച്ച് ബ്ലാങ്ക് പേജസ് ഉണ്ട്. അങ്ങനെയാണ് വിലായത്ത് ബുദ്ധയും ബുക്കായിട്ട് ഇറക്കിയത്. പ്രതിപൂവൻ കോഴി, ഉണ്ണിയാറിന്റെ ആരാച്ചാർ വാസ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പല രീതിയിൽ പറയാം. സോ all respect to that, we should not take away from the art because of the artist. But അത് കഴിഞ്ഞ് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല. അത് പുള്ളിക്കാരിക്ക് നല്ലോണം എഴുതാൻ നന്നായിട്ട് അറിയാം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്സിനോടും ഇങ്ങനത്തെ കാര്യങ്ങളോടും പിന്നെ വേറൊരു കാര്യമുണ്ട്. സി, I mean, I have personally seen this, I have personally felt this. As a content creator, there is only so much content that you can create. There is only so much original content you can create. അത് കഴിഞ്ഞിട്ട് at some point you get to a state where your content is not novel anymore, right? അതാണ് സത്യം. എത്ര റൈറ്റർമാരുണ്ട് പ്രൊലിഫിക് ആയിട്ട് എഴുതുന്നത്. ഒരു സ്റ്റീഫൻ കിങ് ഉണ്ട്, ഒരു MT ഉണ്ട്, അങ്ങനെ പ്രൊലിഫിക് ആയിട്ട് ഇങ്ങനെ ചേൺ ചെയ്യുന്നത്. പിന്നെ സ്റ്റീഫൻ കിങ് അണ്ണൻ ബോബ് മാർലിയുമായി അടിച്ചു വിരിഞ്ഞത് പിന്നെ പുള്ളിയുടെ എഴുത്ത് ഇറ്റ് ഹാസ് ബീൻ ഹ്യൂമൻ. അതിനു മുമ്പ് സൂപ്പർ ഹ്യൂമൻ ആയിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹി സ്റ്റിൽ ക്രിയേറ്റ് സ്റ്റോറീസ്. ഹിസ് സ്റ്റോറീസ് ഹാവ് റീഡേഴ്സ്, ഗുഡ് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പം ബട്ട് ദോസ് ആർ എക്സെപ്ഷൻസ്. ഐ ഡു നോട്ട് സീ, എനിക്കറിയില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ എന്ന്, വേർ എനി റൈറ്റർ ഓവർ എ പീരിയഡ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റ്സ് ബെറ്റർ ആൻഡ് ബെറ്റർ കണ്ടന്റ്. റൈറ്റർ ആയിട്ടില്ല, ബാക്കി ക്രിയേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും.
ഇതിന്റെ അതൊക്കെ നോ അതൊക്കെ ഒരു നോ ഷോർട്ട് പീരീഡ് ആണ്. ഇതൊക്കെ ഒരു ഷോർട്ട് പീരീഡ് ആണ്. ഞാൻ പറയുന്നത് ലോങ്ങർ പീരീഡ് 20 years, 10 years, 20 years. ലുക്ക് അറ്റ് ഇറ്റ്. പ്രോബബ്ലി മാർട്ടിൻ സ്കോർസെസി, സ്റ്റീവൻ സ്പീൽബർഗ്, അങ്ങനെ കുറച്ച് ക്രിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഫാസിലും കമലും ഒക്കെ 15 കൊല്ലം കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്ത ഡ്രോപ്പുകൾ കാണേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ട, ഈ എന്താണ് ഉള്ളടക്കം എടുത്ത കമലാണ് ക്യാറ്റ് ആൻഡ് മൂസ് ഒക്കെ എടുത്തു വെച്ചത്. അത് ഒന്നാമത്തെ കാര്യം നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. വാട്ടർ ബോട്ടറിയാണ്. അതായത് ഒരു ഫിലിം മേക്കർ ഒരു സിനിമയായിട്ട് വരുന്നതും ഒരു പുസ്തകം ഒരു റൈറ്റർ വരുന്നതും വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റീഫൻ കിങ്ങിനെ പറഞ്ഞ മാതിരി ഫക്ക് ഡു യു റൈറ്റ് സോ മെനി ബുക്സ് ഇൻ വൺ ഗോ എന്ന് ചോദിച്ചിട്ടില്ലേ പുള്ളിയോട്. അപ്പോൾ അതുപോലെ എഴുതാൻ പ്രൊലിഫിക്കായിട്ട് എഴുതണം. അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പാടാണ്. പിന്നെ മൂപ്പര് ഇപ്പോൾ ഒരു ഇതിൽ പിടിച്ചിരിക്കുമല്ലേ. ഇപ്പോൾ ഒരു ഗിയറൊക്കെ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് പതുക്കെ പുള്ളി പോയിക്കൊണ്ടിരിക്കുവാണ്. എന്നാലും ഇനിയും ജെഫ്രി വന്നുകൊണ്ടിരിക്കും. ഓർച്ചർ is also ഇപ്പോഴത്തെ കുറവാണ്. Again, you need to consider, they're all അവർ റിട്ടയർ ഒരു നമ്മളൊരു നോർമൽ പ്രൊഫഷണൽ ഒരാളാണെങ്കിൽ നമ്മൾ 65 വയസ്സിൽ റിട്ടയർ ചെയ്യും. ജസ്റ്റ് ബിക്കോസ് യുവർ ഓത്തേഴ്സ് വി പുഷിംഗ് ദം ടു റൈറ്റ് മോർ. അത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പൊ അവരുടെ ഒരു പീക്ക് ഇല്ല. they were prolific writers. എനിവേസ് point നമ്മൾ ചെയ്യിക്കുമ്പോൾ ഡൈഗ്രസ് കൊണ്ട് ചെയ്യുന്നു. നമുക്ക് കെ.ആർ. മീരയെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു എപ്പിസോഡ് ബ്രേക്ക് എടുക്കാം. സോ ബെസ്റ്റ് ഫേവറേറ്റ് ബുക്സ് ഓഫ് കെ.ആർ. മീര, ഐ വുഡ് സേ ആരാച്ചാർ. Arachar. Khabar was also good, but Arachar takes the cake. Haven't read much about ഖബർ ഇടാം. I know. വായിച്ചിട്ടില്ല. സോ ഓൾറൈറ്റ്. അപ്പോൾ ഇനിയുണ്ട് ഒരുപാട് ഓഥേഴ്സും ഒരുപാട് പുസ്തകങ്ങളും. നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ സന്ധിക്കാം. അതുവരെയും ദിസ് ഇസ് സന്ദീപ്, ലേഖ, അനൂപ് ആൻഡ് കൃഷ്ണകുമാർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.